Hi all, welcome back. Welcome to BPCC 110, sorry, 1010, അതായത് 110 revision class. Applied social psychology. Applied social psychology കേസിൽ ഞാൻ ആദ്യം പറയാണ് റിവിഷൻ ക്ലാസ് എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല. ഒത്തിരി ഉണ്ട്, ഒത്തിരി പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. കുറച്ച് ഓഡിയോ ക്ലാസ്സസ് ആയിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചുതരാം. ഫസ്റ്റ് ചാപ്റ്ററിന് പാസ് ആവാനുള്ളത് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തരാം. ഫസ്റ്റ് ചാപ്റ്ററിന് എന്തായാലും ഒരു ക്വസ്റ്റൻ എക്സ്പെക്റ്റഡ് ആണ് ഏതെങ്കിലും. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോസ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആണ്. നന്ന വൃത്തിക്ക് പഠിച്ച 10 മാർക്ക് ഷുവർ ആണ്. ബാക്കി ഉള്ളത് നമുക്കൊരു 18 മാർക്ക് ഞാനല്ലേ പാസ് മാർക്ക് വരുന്നത്, ബാക്കിയുള്ളത് നമുക്കൊന്ന് ഒപ്പിച്ചെടുക്കാം. അപ്പൊ ഞാൻ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതില് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് ലൈക്ക് കുറച്ച് കൊണിഷ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതെനിക്ക് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിന്റെ ആണോ എന്ന് പോലും തോന്നിപ്പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. കാണിച്ചുതരാം ഞാൻ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മള് നിങ്ങളുടെ വെരി ലാസ്റ്റ് നടന്ന വെരി ലാസ്റ്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് 2023 ജൂണിൽ നടന്ന തൊട്ടടുത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കേ, ആടാവുന്നുണ്ട്. Describe the types of quantitative research in applied social psychology. Applied social psychology le quantitative research methods ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി describe participant observation and case study as a method of data collection in qualitative research. Qualitative research le 2 methods ആണ്, participant observationും case study. ആദ്യം ഡാറ്റ കളക്ഷൻ എന്താന്ന് പറയാം. നമ്മൾ റിസർച്ചിന് നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ്. ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഡാറ്റ കളക്ഷൻ നിർബന്ധമാണല്ലോ. അപ്പൊ നമുക്ക് ഒരു റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഒത്തിരി മെത്തേഡുകളുണ്ട്. ഒബ്സർവേഷൻ മെത്തേഡ് ഉണ്ട്, കേസ് സ്റ്റഡി മെത്തേഡ് ഉണ്ട്, സർവേ മെത്തേഡ് ഉണ്ട്, ക്വസ്റ്റ്യനെയർ മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി മെത്തേഡ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള ഗ്രൂപ്പിന്, അതായത് നമുക്ക് സ്റ്റഡി നടത്താനുള്ള ഗ്രൂപ്പിന്, ഫോർ എക്സാമ്പിൾ സെയിൽസ്മാൻമാരുടെ ഒരു റിസർച്ച് ആണ് ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതായത് കടയിലെ സെയിൽസ്മാൻസ് ഉണ്ടാവില്ലേ, സെയിൽസ്മാൻ, അവരുടെ ഒരു റിസർച്ച് ആണെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കാം. സോ അവരെ കൂട്ടത്തിൽ ഒരാളെ ഞാനൊരു സെയിൽസ്മാൻ ആയിട്ട് ജോയിൻ ചെയ്ത്, സെയിൽസ് വുമൺ ആയിട്ട് ആ ആളുകളുടെ കൂടെ ജോയിൻ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്യാം. ഒബ്സർവ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പം എന്റെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത്, അതായത് ഞങ്ങൾക്ക് PG പഠിക്കുന്ന സമയത്ത് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞൊരു ജേർണൽ വർക്ക് ഉണ്ടായിരുന്നു. അതായത് ഞാൻ സെയിൽസ്മാനിലാട്ടോ ഒബ്സർവേഷൻ ചെയ്തത്. പക്ഷെ ഞാൻ നോൺ പാർട്ടിസിപ്പന്റ് ആണ്. ഞാൻ കടകളിലൊക്കെ കയറിയിട്ട് അവിടെയുള്ള പിന്നെ എന്താണ് സെയിൽസ് വുമൺ സെയിൽസ്മാനെയൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യാനാണ്. അത് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ്. അത് ഒബ്സർവ് ചെയ്തുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യാം. ഇവിടെ പാർട്ടിസിപ്പന്റ് അവരിൽ ഒരാളായിട്ട് മാറും. അപ്പൊ ഞാൻ ഒരു സെയിൽസ് വുമൺ ആയി മാറി അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് മാറിയിട്ട് അവരെ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മുടെ കേസ് സ്റ്റഡി മെത്തേഡ്. ഒരു കേസ് എടുത്ത് ആഴത്തിൽ അതിന് വിത്ത് വേരും മൂടും ഭാവം ഒക്കെ എടുത്ത് പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിനിമയില് സൂര്യനെ നയൻതാര പഠിക്കുന്നുണ്ട് അല്ലെ, സൂര്യയുടെ കാര്യങ്ങളൊക്കെ. അത് കേസ് സ്റ്റഡി മെത്തേഡാണ്. ഒരു കേസ് എടുത്തിട്ട് അതിന് വളരെ വിശദമായിട്ട് ആഴത്തിൽ പഠിച്ച് അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിറ്റേറ്റീവ് റിസർച്ചില് ഡാറ്റ കളക്ട്, എന്തിനാ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ കിട്ടാൻ വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ് ഇത്. ഒന്ന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വിചാരിച്ച ഗ്രൂപ്പില് നമ്മളൊരു ഭാഗമായി മാറി അവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കേസ് സ്റ്റഡിയോ എന്ന് പറയുന്നത് ഒരു കേസ് എടുത്ത് ആഴത്തിൽ പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? Yes, miss. ഓക്കെ.
ഇനി എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇന്റർവെൻഷൻ. ഇന്റർവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സോഷ്യൽ പ്രോബ്ലത്തിന് നമ്മളൊരു പരിഹാരം കണ്ടെത്തുന്നതിനെയാണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പ്രദേശത്തെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് കള്ളും കഞ്ചാവും ഉപയോഗിക്കുന്നതിന്, അവിടുത്തെ കുട്ടികൾ വരെ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ ആണെങ്കിൽ അതൊരു സോഷ്യൽ പ്രോബ്ലം ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്റെ നാട്ടിലുണ്ടായിരുന്ന പണ്ട് ഒരു ബംഗ്ലാദേശ് കോളനി എന്ന് പറഞ്ഞിട്ടൊരു കോളനി ഉണ്ടായിരുന്നു കോഴിക്കോട് ഭാഗത്ത് കേട്ടോ. അപ്പൊ അവിടെ എന്തൊക്കെയോ ഇല്ലീഗൽ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ട് ആ ഒരു സ്ഥലത്തിനെ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് അവിടെ പുനരധിവസിപ്പിച്ചിട്ട് അവിടെ കുറെ വീടുകളൊക്കെ കെട്ടിക്കൊടുക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊരു ഇന്റർവെൻഷനാണ്. അങ്ങനെ ഒരു സോഷ്യൽ പ്രോബ്ലത്തിന് ഒരു റെമഡി കണ്ടെത്തുക, അതിനാണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇന്റർവെൻഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡിസൈൻ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക, അതെങ്ങനെയാണ് അവിടെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുക, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എലിസിഡേറ്റ് സോഷ്യൽ ഡെലേമ. സോഷ്യൽ ഡെലേമ എന്നത് എലിസിഡേറ്റ് ചെയ്യുക. Discuss the application of concept and principles of social psychology in crime. ക്രൈമിൽ സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാത്ത കോൺസെപ്റ്റ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ക്രിമിനോളജി അല്ലെങ്കിൽ ഫോറൻസിക് അതൊക്കെ കേട്ടോ. എക്സ്പ്ലെയിൻ വേരിയസ് കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരു സാധനം വാങ്ങുന്നതിന്റെ ബിഹേവിയറിനെയാണ് കൺസ്യൂമർ ബിഹേവിയർ അല്ലെ. ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതായത് പ്ലം എന്ന് പറയുന്നത്. അതിന്റെ ആഡ് എപ്പോൾ കാണുമ്പോൾ അവരിങ്ങനെ ഓഫർ ഇട്ടുകൊണ്ടിരിക്കും, വാങ്ങിപ്പോവും. അതൊരു കൺസ്യൂമർ ബിഹേവിയർ ആണ്. സോ കൺസ്യൂമർ ബിഹേവിയറിന്റെ വേരിയസ് മോഡൽസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് 10 മാർക്ക്. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി എന്താ പറയുന്നത് ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞു കേട്ടോ, ബാക്കി 1-2 ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. Describe team cohesion in the context of sports. സ്പോർട്സില് ടീം കോഹിഷൻ എന്താണ്? സ്പോർട്സിലാണ് ടീം കോഹിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീമിന്റെ ഗാഢബന്ധമാണ്. എങ്ങനെയാണ് ഒരു സ്പോർട്സിൽ ടീം ഇത്ര ഗാഢബന്ധത്തിലാവുന്നത്? എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ഹെൽത്ത്. സോഷ്യൽ സൈക്കോളജി ഹെൽത്തുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. കണ്ടോ, ഈ സോഷ്യൽ സൈക്കോളജിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ 172 പേജസ് വരുന്ന നോട്ട്. എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് 10-16 ചാപ്റ്റർ 12 ചാപ്റ്റർ 14 ചാപ്റ്റർ ഒന്നാലും വരുന്നുണ്ട്. അത്രയും വാസ്റ്റാണ്. 14 ചാപ്റ്റർ വരുന്നു. ഒത്തിരി കേട്ടോ പഠിക്കാൻ. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞു. ഇനി ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാൻ പറഞ്ഞത്. അന്തോ കുന്തോ ഇല്ലാണ്ടാണ് കിടക്കുന്നത്. അബ്നോർമൽ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ കംപ്ലീറ്റ്ലി ഉള്ളത്. എനിക്ക് അറിഞ്ഞൂടെ, ഇവിടെ BPCC 110 ആണ് കാണുന്നത്. നോക്കിക്കേ, അബ്നോർമാലിറ്റിയുടെ കോൺസെപ്റ്റ്, പിന്നെ മെന്റൽ ഡിസോർഡറിന്റെ ക്ലാസിഫിക്കേഷൻ. ശരിക്കും ഇതിലില്ലല്ലോ. നിങ്ങൾ തന്നെ പറഞ്ഞ സോഷ്യൽ സൈക്കോളജിയിൽ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ആ സമയത്ത് നല്ല ബുദ്ധിമുട്ടായിട്ട് കുട്ടികള് പിന്നെ അരമണിക്കൂറിൽ തന്നെ ഇറങ്ങിപ്പോയ കേസസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അല്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മനസ്സിലാവും ഇത് അബ്നോർമൽ സൈക്കോളജി അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇത് തേർഡ് ഇയറിൽ പഠിക്കാനുള്ള ഒരു പേപ്പർ ഉണ്ട്. BPCC 111 ആണെന്ന് തോന്നുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ എന്താ കേട്ടോ, ഇതിപ്പോ ഇവിടെ ഇപ്പൊ ശരിക്കും നിങ്ങൾക്ക് അടിപൊളിയാണ്. BPCC 111 പഠിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നമ്മളത് അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാറി വന്നെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എക്സാം നടത്തിയെന്ന് തോന്നുന്നുണ്ട്. മാറി വന്നതും ആവാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇനി തേർഡ് ഇയറിലേക്ക് പോകുന്നവരാണെങ്കിൽ നല്ല ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. നമ്മുടെയൊക്കെ ക്ലാസ്സസ് ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഇയർ നിങ്ങൾ സൈക്കോളജി എന്താന്ന് പഠിക്കാൻ പോവാം. അതായത് ഒരു മനുഷ്യൻ നിങ്ങൾ 3 വർഷം സൈക്കോളജി പഠിച്ചെന്ന് പറയുമ്പോൾ ഒരു ഡിസോർഡർ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണ്ടേ? അതും കൗൺസിലിംഗ് പേപ്പർ ഒക്കെ വരുന്നുണ്ട്. മാക്സിമം ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിനെ കൂടെ കൗൺസിലിംഗ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ താല്പര്യമില്ലേ? റിയൽ ആയിട്ട് കൗൺസിലിംഗ് എങ്ങനെയാ ചെയ്യലെന്ന് കൗൺസിലിംഗ് വരുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. അതുപോലെ പോസിറ്റീവ് സൈക്കോളജി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കൊണിഷ്ട് വിളിച്ച് 2-3 സബ്ജക്ട് വരുന്നുണ്ട്, OB, എൻവയോൺമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ മാക്സിമം ഒരു നല്ല രീതിയിൽ പഠിക്കുക. കാരണം 3 വർഷം നിങ്ങൾ സൈക്കോളജി പഠിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടാൻ പോകുന്ന, അതായത് നിങ്ങൾ ഭാവിയിൽ നിങ്ങളൊരു സൈക്കോളജിയിലേക്ക് എന്തെങ്കിലും ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സബ്ജക്ട്സ് വരുന്നത് തേർഡ് ഇയറിലാണ്. സോ മാക്സിമം നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ബി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറയുന്നില്ല, ബിക്കോസ് ക്വസ്റ്റ്യൻ പേപ്പർ തെറ്റി വന്നതാണ് കേട്ടോ. ഇത് ശരിക്കും BPCC 111 തേർഡ് ഇയറിലെ അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് ജൂൺ 2022 കേട്ടോ.
Differentiate between social psychology and applied social psychology. Explain applied social psychology as a science. First chapter question ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം, കണ്ടാൽ മതി. ഇനി എത്തിക്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്. സൈക്കോളജിക്കൽ റിസർച്ചിലെ എത്തിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് ഇൻ അബൌട്ട് ഫോക്കസ് ഗ്രൂപ്പും ക്വാളിറ്റേറ്റീവ് കണ്ടന്റ് അനാലിസിസുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് ഇന്റർവെൻഷൻ. ഇന്റർവെൻഷന്റെ ക്വസ്റ്റ്യൻസ് കണ്ടോ, റിപ്പീറ്റഡ് ആണ്. ഇന്റർവെൻഷൻ നമുക്ക് നോക്കണം. ഡിസ്കസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി ടു ലീഗൽ സിസ്റ്റം. ക്രൈം ചോദിച്ചു, അതുപോലെ ലീഗൽ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ഓൺ പൊളിറ്റിക്കൽ ബിഹേവിയർ. പൊളിറ്റിക്കൽ ബിഹേവിയറിൽ മീഡിയക്കുള്ള പങ്ക് എന്താണ്? ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് അബൌട്ട് ജോബ് സാറ്റിസ്ഫാക്ഷനും ഗ്രൂപ്പ് തിങ്കും ഗ്രൂപ്പ് പോളറൈസേഷനും. ഓക്കെ, explain how social psychology can be applied in promoting health and healthy behavior. വീണ്ടും വന്നു ഹെൽത്ത് റിപ്പീറ്റഡ്. ഹെൽത്തും ഹെൽത്ത് ബിഹേവിയറും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്റർവെൻഷൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ലീഗൽ സിസ്റ്റം ഒന്നിൽ ചോദിച്ചു, ക്രൈം ഒന്നിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് വീണ്ടും 2021 ഡിസംബറിലാണ്. ഡിഫൈൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് നേച്ചർ ആൻഡ് സ്കോപ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാ 10 മാർക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മേടിക്കാം. കാരണം ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ നല്ല വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം, ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. എക്സ്പ്ലെയിൻ ആക്ഷൻ റിസർച്ച്. ഓക്കെ, ഡിസ്ക്രൈബ് തിമാറ്റിക് അനാലിസിസ് ആൻഡ് ഗ്രൗണ്ട് തിയറി കോഡിംഗ്. Define social problems and describe the approaches to social problems. Explain social design and describe the goals of social design. Explain the concept of category of community. Community category കാര്യങ്ങളാണ് ചോദിക്കുന്നത്. Describes various factors influencing consumer behavior. Repeated ആണ് consumer behavior. നേരത്തെ പറഞ്ഞില്ലേ വാങ്ങുന്നതിനുള്ള ബിഹേവിയർ നോക്കാം ജസ്റ്റ് ഒന്ന് കേട്ടോ. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് അബൌട്ട് ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ട്, സൈബർ സ്പേസ് ആൻഡ് സെൽഫ് ഉണ്ട്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ, ലീഗൽ സിസ്റ്റം, അതുപോലെ തന്നെ ഇന്റർവെൻഷന്, ഇതൊക്കെയാണ് ഒത്തിരി വട്ടമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി 3-4 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സോഷ്യൽ സൈക്കോളജി ആൻഡ് ഹെൽത്തിനെ പറ്റിയിട്ടാണ്. അതായത് സോഷ്യൽ സൈക്കോളജി ആൻഡ് ഹെൽത്ത് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു. ഓക്കെ, ഫുള്ള് പറയുന്നില്ല, ഞാൻ കോൺസെപ്റ്റ് മാത്രം പറഞ്ഞു തരാം. ഒത്തിരി ഉണ്ടാവും, നമുക്ക് എടുക്കാനുള്ള നേരമില്ലല്ലോ. സോഷ്യൽ സൈക്കോളജി ആൻഡ് ഹെൽത്ത്. The term health has been derived from English word health. Health like English word നിന്നാണ് ഹെൽത്ത് വന്നിരിക്കുന്നത്. മീനിങ് the state or condition of being whole or sound. നന്നായിട്ടിരിക്കുക എന്നുള്ള, whole or sound ആയിട്ടിരിക്കുക എന്നുള്ളതിനെയാണ് ഹെൽത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതിൽ നിന്നാണ് ഹെൽത്ത് വന്നിട്ടുള്ളത്. ഇനി WHO പറഞ്ഞിരിക്കുന്നത് ഒരാള് ഫിസിക്കലിയും മെന്റലിയും സോഷ്യലിയും ഹെൽത്തി ആയിരിക്കുമ്പോഴാണ് ഹെൽത്തി ആയിരിക്കുന്നത്. വെറും ശരീരത്തിന് രോഗമില്ല എന്ന് വെച്ചാൽ ആരും ഹെൽത്തി ഒന്നും അല്ല കേട്ടോ. The Constitution of World Health Organization (WHO) in the year of 1946 came up with the definition of health, a state of complete physical, mental and social well-being and not merely absence of disease or infirmity. അതായത് ഒരാള് ഫിസിക്കലിയും മെന്റലിയും സോഷ്യലിയും വെൽബീങ് ആയിരിക്കും മാത്രമാണ് ഹെൽത്തി ആയിരിക്കുന്നത്. അല്ലാണ്ട് ഒരു ഡിസീസ് ഇല്ല എന്ന് വെച്ചാൽ, ആബ്സെൻസ് ഓഫ് ഡിസീസ് കൊണ്ട് ഒരാൾ ഹെൽത്തി, അതായത് രോഗമില്ല എന്ന് വെച്ചാലും എന്തല്ല, ആരോഗ്യവാൻ അല്ല. Later in 1998 Constitution, WHO again modified its definition and defined health as a dynamic state of complete physical, mental and spiritual and social well-being and not merely the absence of disease or infirmity. അതായത് 1998 ആകുമ്പത്തിന് ഒന്നുകൂടി അവര് എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. എന്താണ്? സ്പിരിച്വലും കൂടി, കംപ്ലീറ്റ് ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. അല്ലാതെ രോഗമില്ല എന്ന് വെച്ചിട്ട് ആരും ആരോഗ്യവാൻ ആയിരിക്കുന്നില്ല. The key points of definition of health include എന്തൊക്കെയാണ്? Health is not denoted by the absence of disease or symptoms. ഡിസീസോ സിംറ്റമോ അല്ലെങ്കിൽ ഡിസീസിന്റെ സിംറ്റമോ ഇല്ലാന്ന് വെച്ച്, അതായത് രോഗമില്ലാന്ന് വെച്ച് ആരും
ഹെൽത്തി അല്ല. നേച്ചർ ഓഫ് ഹെൽത്ത് ഇസ് ഡൈനാമിക്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഹെൽത്ത് എൻകംപോസസ് ഫിസിക്കൽ ഉണ്ട്, മെന്റൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, സ്പിരിച്വൽ വെൽബീങ്. ഹെൽത്ത് ഇസ് ദസ് കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് ഡൈമൻസ്. എല്ലാം, അതായത് മെന്റൽ, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വലിന്റെ കോമ്പിനേഷൻ ആണ് എന്ത് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഓൺ ഹെൽത്ത്. അതായത് സോഷ്യൽ സൈക്കോളജിയും ഹെൽത്തും നമ്മുടെ ഇൻഫ്ലുവൻസ് ആണ്. ഫസ്റ്റ് വൺ ആണ് അവർ സറൗണ്ടിങ്സ്. Health is greatly influenced by things around us and opportunities they create for us. For instance, we need to have an understanding of whether the places we live in have access to allow us to be more physically active, feel secure, have facility to socialize, play and stay active. കണ്ടോ, നമ്മളെ ചുറ്റുപാടിലും എന്തൊക്കെ വേണം? നമുക്ക് ഫിസിക്കലി ആക്റ്റീവ് ആവാനുള്ള, അതായത് എക്സസൈസ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, നമ്മൾ സെക്യൂർ ആയിരിക്കണം, ഒരു സോഷ്യലൈസ് സാമൂഹികപരമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം, പ്ലേ കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം, ആക്റ്റീവ് ആവാം. ഇതൊക്കെ കൂടെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നെങ്കിൽ, അതായത് നമ്മൾ സറൗണ്ടിങ് പോലും നമ്മുടെ ഹെൽത്തിനെ ബാധിക്കണം. സറൗണ്ടിങ് എന്തായിരിക്കണം എന്നാ പറയുന്നത്? ഫിസിക്കലി ആക്റ്റീവ്, ഫീൽ സെക്യൂർ, സോഷ്യലൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റി, play, stay active. These opportunities can encourage and push people towards active and healthy. കണ്ടോ, ഇങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റീസ്, അതായത് നമുക്ക് ഫിസിക്കലി ആക്റ്റീവ് ആവാനും സെക്യൂർ ആവാനും സോഷ്യലൈസ് ചെയ്യാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒരാള് ഹെൽത്തി ആയിരിക്കും. ഇതാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. നമ്മൾ ചുറ്റുപാട് തന്നെ എന്ത് വേണം? നന്നായിരിക്കണം. എന്നാൽ മാത്രമേ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം, എന്നാലേ ഒരാള് ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഓക്കെ ആണോ? സോഷ്യൽ സറൗണ്ടിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരാളെ ഹെൽത്തി ആവാൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഹൗസിംഗ് കണ്ടീഷൻ. എല്ലാരും പറഞ്ഞു ഓക്കെ ആണോ? സോഷ്യൽ സറൗണ്ടിങ് ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. സോഷ്യൽ സറൗണ്ടിങ്. ഇനി അടുത്തതാണ് ഹൗസിംഗ് കണ്ടീഷൻ. A warm, clean home provides a feeling of safety and security, while living in crowded, unhealthy household can result in stress, anxiety, and overall poor health. കണ്ടോ, ഒരു വാം ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഹൗസ് നമുക്ക് ഒരു സേഫ്റ്റി തരും, ഒരു സെക്യൂരിറ്റി തരും. പക്ഷെ ഒരു വളരെ ക്രൗഡഡ് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഹൗസ് ഹോൾഡ്, അതൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാക്കും, ആൻസൈറ്റി ഉണ്ടാകും, പുവർ ഹെൽത്തിലേക്ക് എത്തിക്കും. സോഷ്യലി സെക്യൂർ നെയ്ബർഹുഡ്, നല്ലൊരു സോഷ്യലി സെക്യൂർ ആയിട്ടുള്ള നെയ്ബർഹുഡ് ആൻഡ് കണക്റ്റഡ് സർവീസസ് ടു ഹൗസിംഗ് ക്യാൻ പ്രൊമോട്ട് ഹെൽത്തി ബിഹേവിയർ. അതായത് നല്ലൊരു നെയ്ബർഹുഡ്, അയൽപക്കവും സോഷ്യലി കണക്റ്റഡും ആണെങ്കിൽ നമ്മൾ ഹെൽത്തിനെ അത് സാരമായിട്ട് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ സോഷ്യലാണ്, ഹെൽത്തുമായിട്ടുള്ളതാണ് ഫുഡ് വി ഈറ്റ്. യു മസ്റ്റ് ബി വണ്ടറിങ് ഹൗ ദിസ് വൺ ബിക്കേം എ സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഫുഡ് എങ്ങനെയാ സോഷ്യൽ ഇൻഫ്ലുവൻസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ? ഫുഡ് ഇസ് എ വൈറ്റൽ ഫോർ അവർ ഹെൽത്ത്. ഫുഡ് വൈറ്റൽ ആണ്. Today, however, we have two sections of people in society. One group which has access to all type of food and do not have limit or control, and thereby tend to have obesity-related condition. Another group of people who may know very well what is important for their bodies but cannot afford basic needs, so experience hunger and related conditions. കണ്ടോ, ഒരു കൂട്ടർക്ക് വളരെ ലിമിറ്റ് ഇല്ലാണ്ട് ഫുഡ് കൺട്രോൾ ഇല്ലാണ്ട് കഴിക്കുന്ന ഒരു കൂട്ടരും, ഒരു കൂട്ടർക്ക് എന്താ കഴിക്കേണ്ടതെന്ന് അറിയാം പക്ഷെ വാങ്ങാൻ കാശില്ല. ഇങ്ങനെ രണ്ട് കൂട്ടരാണ്, രണ്ട് സമൂഹമാണ് നമ്മുടെ ലോകത്തുള്ളത്. The economic and social factors usually determine what food people can afford in order to live healthy lives. Another social perspective to food we eat is a reflection of culture that we belong to. The nutritional value of the food we eat in our culture requires help our bodily nutrition needs and help keep us healthy. നമ്മുടെ കൾച്ചർ അനുസരിച്ചുള്ള ഫുഡ്, മലയാളിക്ക് ഉച്ചയ്ക്ക് ഇത്തിരി ചോറ് കിട്ടണം അല്ലെ? സദ്യയൊക്കെ നല്ല ന്യൂട്രീഷണൽ വാല്യൂസ് ഉള്ള സാധനമാണെന്നാണ് പറയുന്നത്. അപ്പം ഫുഡ് നമ്മുടെ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒന്ന് എക്കണോമിക്, അതായത് പൈസ വെച്ചിട്ടാണ് മനുഷ്യൻ അതായത് സാഹചര്യം ഉണ്ടാവണം, ഭക്ഷണം ഇല്ലാത്തവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. രണ്ടാമത് നമ്മുടെ കൾച്ചർ അനുസരിച്ചിട്ടാണ്, അത് നമുക്ക് വേണ്ട ന്യൂട്രീഷൻസ് കിട്ടണം, അല്ലെങ്കിൽ അത് ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കും. മലയാളിയുടെ ചോറ് പണി തരാൻ ചാൻസ് ഉണ്ട്. ചോറ് കഴിക്കുമ്പോൾ ഒത്തിരി ചോറ് കഴിക്കാതെ ഒരു കപ്പ് ചോറാണെങ്കിൽ അതേ അളവിൽ പച്ചക്കറിയും കഴിച്ചോളണം. അതാണ് ഫുഡ് വി ഈറ്റ്. അത് ഹെൽത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ബാധിക്കുന്നത്. നാലാമത് ട്രാൻസ്പോർട്ട് ആണ്. Transport system connects us. It provides access to job markets and good education, social group and networks, and help in building healthy and fulfilled life. Buses, trains, cycling, driving, and transport options which connect people in various resources. Having a well-designed and accessible transport facilitate, reduce and social isolation and help to people to get food, medicine, and social contact, and that can crucial for health determinants. അതായത്
നല്ലൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ആളുകളായിട്ട് കണക്ട് ചെയ്യാം, ജോലിക്ക് പോവാം, മാർക്കറ്റിൽ പോവാം, സാധനം മേടിക്കാൻ പോവാം, എഡ്യൂക്കേഷൻ കിട്ടും, സോഷ്യൽ ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്യും, ഒക്കെ ചെയ്യാം. ബസ്സും ട്രെയിനും ഒക്കെ വഴിയാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. അപ്പൊ നല്ലൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് മനുഷ്യന് ആരോഗ്യവാനായിട്ട് ഇരിക്കാൻ സഹായിക്കും. അതുപോലെ മെഡിസിനും ഫുഡൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വേണം. സോ ട്രാൻസ്പോർട്ട് സിസ്റ്റം നമ്മുടെ സോഷ്യലി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. ഓക്കെ ആണോ? അഞ്ചാമത്താണ് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ. We humans need to feel a sense of belongingness deeply, a warm supportive family, a friendly neighborhood, people greeting each other on the street make one feel a part of community. They live in community participation also provide with a sense of empowerment by being a part of positive network and relation. കേട്ടോ, നമുക്ക് എപ്പോഴും ബിലോങ്ങിങ്നെസ്, അതായത് ആരെങ്കിലും വേണം ബിലോങ്ങിങ് നമുക്കായിട്ട് സ്വന്തമായിട്ട് അല്ലെ, ഡീപ്ലി ഒരു സപ്പോർട്ടീവ് ഫാമിലി, ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ്, പീപ്പിൾ ഗെറ്റിംഗ് ഈച്ച് അതർ ഓൺ ദ സ്ട്രീറ്റ്, ഒക്കെ നമ്മൾ എന്താക്കുന്നുണ്ട്, സന്തോഷിപ്പിക്കുന്നുണ്ട്. സോ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, അതായത് നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമായിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു, സോഷ്യലി ഐസൊലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് ആരോഗ്യത്തിനെ ബാധിക്കും. സോ ഒരു നല്ലൊരു ഫാമിലി, ഫ്രണ്ട്, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആള് അൺഹെൽത്തി ആയി. ഓക്കെ ആണോ? ഈ അഞ്ചെണ്ണം മര്യാദയ്ക്ക് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇത്രയുമാണ്. അപ്പൊ ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതാം, പിന്നെ 5 എഴുതാം. 10 മാർക്ക് മിക്കവാറും കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ ഹെൽത്ത് എങ്ങനെയാണ് സോഷ്യൽ സൈക്കോളജിയിൽ നോക്കിയല്ലോ. ഓക്കെ പറഞ്ഞേ എല്ലാരും, ഓക്കെ ആണോ എന്നുള്ളത്? ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്തുതരാം. സോ ഫസ്റ്റ് ചാപ്റ്റർ നല്ല വൃത്തിക്ക് പഠിക്കുക. ഡെഫിനിഷൻ, നേച്ചർ ആൻഡ് സ്കോപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി തമ്മിൽ വ്യത്യാസം എഗെയിൻ ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തന്നിട്ടില്ലേ. അപ്പൊ ഇതൊരു ഇച്ചിരിയല്ല. അപ്പം അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്താണ്, അതിന്റെ സ്കോപ്പും കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കാം കേട്ടോ. അപ്പം 10 മാർക്കിന് കണക്കാവും. ഇവിടെ വ്യത്യാസം പെട്ടിക്കോളത്തിലൊക്കെ പറയുന്നുണ്ട്. ഈ പെട്ടിക്കോളം കൂടെ വരച്ചാൽ നല്ല. ഇനി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആസ് എ സയൻസ്. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 3-4 ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്തായാലും കാണട്ടോ, ലെവൽ ഓഫ് അനാലിസിസ്. സെക്കൻഡ് ആണ് മെത്തഡോളജിക്കൽ അപ്രോച്ചസ് ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. മെത്തേഡ്സ് ആണ്, അതിലാണ് നമ്മുടെ ഈ ഇതൊക്കെ വരുന്നത്, റിസർച്ചും കാര്യങ്ങളും. റിസർച്ച് കോൺസെപ്റ്റ്, കൺസ്ട്രക്ട് എന്താണ്, വേരിയബിൾ എന്താണെന്നൊക്കെ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. സെയിം കാര്യങ്ങൾ തന്നെയായിട്ട് വരുന്നത്. പക്ഷെ അതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. കണ്ടോ, ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഓർമ്മയില്ല, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും ഒക്കെ ഇതിലും വന്നിട്ടുണ്ട്. റിസർച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ, അതിലാണ് ഒബ്സർവേഷൻ മെത്തേഡ്, ഇന്റർവ്യൂ മെത്തേഡ്, സൈക്കോളജിക്കൽ ടെസ്റ്റ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ക്വസ്റ്റ്യനെയർ, സോഷ്യോമെട്രി, ഇതൊക്കെ വരുന്നുണ്ട്. മെത്തേഡ്സ് ആണ്, ഡാറ്റ കളക്ഷന്റെ മെത്തേഡ്സ് ആണ് കേട്ടോ. നമുക്ക് വേണ്ടത് ഏതായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും കേസ് സ്റ്റഡി ആയിരുന്നു. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇൻ അപ്ലൈഡ് സൈക്കോളജിയും ക്വാളിറ്റേറ്റീവും ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. കേസ് സ്റ്റഡി ഇതിൽ വരുന്നുണ്ട്, ഞാൻ പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഫീൽഡ് എക്സ്പെരിമെന്റും ഫീൽഡ് സ്റ്റഡിയും എന്താണെന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിൽ വരുന്നതാണ് ഈ ഫീൽഡ് എക്സ്പെരിമെന്റും ഫീൽഡ് സ്റ്റഡിയും. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഫീൽഡ് എക്സ്പെരിമെന്റും ഫീൽഡ് സ്റ്റഡിയും എന്താണെന്ന് പറഞ്ഞുതരാം. ഫീൽഡ് എക്സ്പെരിമെന്റ്, these are researchers that are carried out in a natural settings, but it is possible to manipulate independent variable and there is some control possible. അതായത് നമുക്ക് എന്താ പറയാ, റിസർച്ച് ചെയ്യണം, പക്ഷെ നാച്ചുറൽ സെറ്റിങ്സിൽ ചെയ്യണം. അപ്പം നമുക്ക് ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ഒരാൾ തലയിട്ട് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയാം. അപ്പം ഞാൻ നേരെ ഷോപ്പിംഗ് മാളിൽ പോയി എന്താണ് അവിടെ നിന്ന് തലറ്റ് വീഴാം. കണ്ടോ, നാച്ചുറൽ സെറ്റിംഗിലാണ്, പക്ഷെ തലറ്റ് വീഴുന്നു. അതെന്താണ്, ഞാൻ കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, എന്റെ കുറച്ച് കൺട്രോൾ ഉണ്ട്, കാരണം ഞാൻ രണ്ടാളവിടെ നിർത്തിയിട്ടുണ്ട്. അഥവാ എനിക്ക് തല്ലിട്ടാണെങ്കിൽ പിടിക്കാം. അങ്ങനെയുള്ള എക്സ്പെരിമെന്റിനെയാണ് ഫീൽഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു റിസർച്ച് നമ്മൾ നാച്ചുറൽ സെറ്റിംഗ്സിൽ ചെയ്യാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, അതേസമയം നമ്മുടെ കൺട്രോൾ പോസിബിൾ ആവുന്ന തരത്തിലുള്ള കാര്യമാണ് എന്ത് ഫീൽഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ, റിസർച്ച് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻ എ ക്ലാസ് റൂം ഓർ എ വർക്ക് സെറ്റപ്പ്. ക്ലാസ് റൂമിൽ വർക്ക് സെറ്റപ്പിലൊക്കെ വെച്ചിട്ട് ചെയ്തൂടെ? നമുക്ക്
The external validity of this research is high, though it may be not possible to select the sampling using randomization. Yes, field experiment. പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറയുന്നത് അതാണ്. തേർഡ് ഇയറിലൊന്നും ഇങ്ങനെ പഠിക്കാനേ പറ്റില്ല കേട്ടോ. തേർഡ് ഇയറിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാവും. അത്രയും പഠിക്കാനുണ്ട്, അത്രയും വേറെ വേറെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മള് ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് എല്ലാം നമുക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. എന്നാലും പറ്റുന്നത്ര പറഞ്ഞുതരാണ്, പാസ് ആക്കി എടുക്കാം എന്നുള്ളതാണ് ഈ ഫ്രീ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ട്. കാരണം ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഫുള്ള് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. 172 പേജസ് ഉണ്ടെങ്കിൽ അതിന് ഒരു വരി പോലെ വള്ളി പുള്ളി തെറ്റാതെ. പിന്നെ ഈ സോഷ്യൽ ആണെങ്കിൽ ഞാൻ ഒത്തിരി കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്, കാരണം ഒന്ന് വായിക്കാൻ വേണ്ടി. സോഷ്യൽ നമുക്ക് ഗ്യാസ് അടിച്ച് കയറ്റാം, അതുണ്ട് കേട്ടോ. നമ്മൾ ഓൺ വേർഡ്സിൽ സമകാലീനമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് എഴുതി വെക്കാം. സോഷ്യലും അപ്ലൈഡ് സോഷ്യലും എഴുതി വെക്കാം. നോക്കിക്കേ, ഇവിടെ ക്ലാസ് റൂമിൽ വർക്ക് സെറ്റപ്പിലൊക്കെ ചെയ്യാം. കാരണം നാച്ചുറൽ സെറ്റിംഗ് ഇതിന്റെ റിലയബിലിറ്റി ഹൈ ആണ്. പക്ഷെ നമുക്ക് റാൻഡം ആയിട്ട് സാമ്പിൾസിനൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ ഉള്ള ആളുകൾ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഇന്റേണൽ വാലിഡിറ്റി വുഡ് ബി ലോവർ കമ്പയർഡ് ടു എക്സ്പെരിമെന്റൽ റിസർച്ച്. കണ്ടോ, എക്സ്റ്റേണൽ വാലിഡിറ്റി ഹൈ ആയിരിക്കും, അതേസമയം ഇന്റേണൽ വാലിഡിറ്റി എക്സ്പെരിമെന്റൽ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം കുറവും ആയിരിക്കും. അപ്പം നാച്ചുറൽ സെറ്റിംഗ്സിൽ നമ്മുടെ മാനിപ്പുലേഷൻ വെച്ച് ചെയ്യുന്നതാണ് എന്ത്, ഫീൽഡ് എക്സ്പെരിമെന്റ്. കുറച്ച് കൺട്രോൾ ഒക്കെ പോസിബിൾ ആണ്. എക്സ്റ്റേണൽ വാലിഡിറ്റി ഹൈ ആയിരിക്കും, റാൻഡം ആയിട്ട് സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ പറ്റൂല. ഇന്റേണൽ വാലിഡിറ്റി ലോ ആണ്. ഫീൽഡ് എക്സ്പെരിമെന്റ് എക്സാമ്പിൾ പറയുന്നത് effectiveness of internet employee work stress. Work stress ഇല്ലാണ്ട് എംപ്ലോയി കൊണ്ടുവന്നിട്ട് എക്സ്പെരിമെന്റ് ആയിട്ട് നോക്കാം. In this research, there can be two groups, experimental group, control group. The experimental group will serve intervention. The intervention experimental group in kittu, control group in kittula. ഇതാണ് ഫീൽഡ് എക്സ്പെരിമെന്റ്. ഈ ഫീൽഡ് സ്റ്റഡി നേരെ തിരിച്ചാണ്. നമ്മൾ ഒരു കൺട്രോൾ, ഒരു ആക്സിഡന്റ് ആണ്, അവിടെ വെച്ചിട്ട് നമ്മൾ ആക്സിഡന്റിനെ പറ്റി ഫീൽഡ് സ്റ്റഡി. നമ്മുടെ കൺട്രോൾ ഒന്നും, മാനിപ്പുലേഷനോ കൺട്രോളോ ഒന്നും പോസിബിൾ അല്ല. These research are non-experimental in nature. The studies carried out in natural settings. Research cannot manipulate the voice break ആവുന്നുണ്ട് മിസ്. വേറെ ആർക്കെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി പറയാണ്. ഫീൽഡ് എക്സ്പെരിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ സെറ്റിംഗ്സ് വെച്ച് ചെയ്യാണ്. പക്ഷെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും. നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്ക് ഉണ്ടാക്കാം. നമ്മളെ തലയിട്ട് വീഴാം അല്ലെ, കുറച്ച് കൺട്രോൾ ഉണ്ട്. പക്ഷേ ഫീൽഡ് സ്റ്റഡിയില് അത് നോൺ എക്സ്പെരിമെന്റല, ഒരു നാച്ചുറൽ സെറ്റിംഗ്സ് നടക്കുന്ന കാര്യം അതാണ്. അപ്പൊ ഏതോ ഒരു കുട്ടി അവിടെ തലറ്റി വീഴാണ്, നാച്ചുറലി നടക്കുന്ന കാര്യമാണ്, നമ്മളെ കൺട്രോൾ ഒന്നുമില്ല. അവിടെ വെച്ചാൽ കുട്ടി തലറ്റി വീഴുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നത് പഠിക്കാം. അതാണ് ഫീൽഡ് സ്റ്റഡി. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു റാൻഡമായിട്ട് സാമ്പിളിപ്പിക്കാൻ പറ്റില്ല. The internal validity of field experiment low ആണ്, though the external validity high ആണ്. An example of field study could be the psychological hardiness and psychological well-being of health professionals. Health professionals in the psychological hardiness എന്നാണ് അല്ലെ. കുറെ ആൾക്കാർ മരിച്ചു വീണാൽ പോലും ചിലതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ സൈക്കോളജിക്കൽ വെൽബീങ് എന്തൊക്കെയാണ് ഫീൽഡ് സ്റ്റഡി. അതായത് നാച്ചുറൽ സെറ്റിംഗ്സിൽ നാച്ചുറലി പഠിക്കുന്നതാണ് ഫീൽഡ് സ്റ്റഡീസ്. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് ഫീൽഡ് എക്സ്പെരിമെന്റ്. ഓക്കെ, ഫീൽഡ് സ്റ്റഡിയും ഫീൽഡ് എക്സ്പെരിമെന്റും ഒന്നുകൂടെ പറയോ? വോയിസ് ബ്രേക്ക് ആയിരുന്നു. എടാ, ഒരു നാച്ചുറൽ സെറ്റിംഗ്സിൽ നമ്മുടേതായിട്ട് എന്തെങ്കിലും കൈകടത്തൽ ഉണ്ടാക്കിയിട്ട് ചെയ്യണം. ഇപ്പൊ നാച്ചുറൽ സെറ്റിംഗ്സ്, ഒരു ഷോപ്പിംഗ് മാളില് ഞാൻ പോയിട്ട് ഒരാളെ തല ചുറ്റി വീഴാൻ നിർത്തിയിട്ടുണ്ട്. ഇതായിട്ടാണ് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തത്. ഞാൻ ആളുകൾ തല വോയിസ് ഇപ്പോഴും ബ്രേക്ക് ആണ്. എനിക്ക് ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. സാധാരണ ബ്രേക്ക് ആവുമ്പം ഇവിടെ എനിക്ക് ഇപ്പോഴും സംസാരിക്കുമ്പോൾ ബ്രേക്ക് ഉണ്ടോ? ഇടയിലൊക്കെയാണ് ബ്രേക്ക് വരുന്നത്. ഒരു മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ആരും പോവല്ലേ, ഒരു മിനിറ്റ് പോവല്ലേ. ഇപ്പൊ കേൾക്കാവോ എന്ന് പറഞ്ഞ്, ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ്, ഇപ്പൊ ബ്രേക്ക് ഉണ്ടോ? ഇപ്പോഴും
ഇടയിലൊക്കെ ഉണ്ട്. എല്ലാവർക്കും സാധാരണ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇവിടെ കാണിക്കും, അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. ഫീൽഡ് എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ സെറ്റിംഗ്സ്, ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യണം ഒരാൾ തലയ്ക്ക് യുഗനാണെങ്കിൽ ഫീൽഡ് എക്സ്പെരിമെന്റ് ആണ്. നേരെ മറിച്ച് ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ആ നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങൾ പഠിക്കണം. അതായത് ആരും മാനിപ്പുലേഷനോ കൺട്രോളിംഗോ ഒന്നും പോസിബിൾ അല്ലാതാണ് ഫീൽഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞേ. ഇവിടെ രണ്ടിലും ഇന്റേണൽ വാലിഡിറ്റി കുറവായിരിക്കും, എക്സ്റ്റേണൽ വാലിഡിറ്റി കൂടുതലായിരിക്കും, റാൻഡമൈസേഷൻ എന്താണ്? രണ്ടിലും ഇന്റേണൽ വാലിഡിറ്റി കുറവായിരിക്കും, എക്സ്റ്റേണൽ വാലിഡിറ്റി കൂടുതലായിരിക്കും, സാമ്പിൾ റാൻഡം ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ മാം. ഇനി സൈക്കോളജി റിസർച്ചിലെ എത്തിക്സ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. എത്തിക്സ് സൈക്കോളജിയിൽ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഈ സൈക്കോളജിയിൽ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ റെക്കോർഡിങ്സ് ഞാൻ അവൈലബിൾ ആക്കും കേട്ടോ. എത്തിക്സ് എന്തൊക്കെയാണെന്ന്. ദ ബെൽമോണ്ട് റിപ്പോർട്ട് വാസ് പ്രസന്റഡ്. ഓ, സ്ക്രീൻ ഷെയറിംഗ് പോയിട്ടുണ്ട്. എന്തോ സ്ക്രീൻ ഷെയറിംഗ് പോയിട്ടുണ്ട്. ഇല്ലല്ലോ, ഇവിടെ കാണാം. സ്ക്രീൻ ഷെയറിന് പ്രശ്നമില്ല, പക്ഷെ ബ്രേക്ക് എപ്പോഴും ചെറുതായിട്ട് ഉണ്ട്. എന്താന്നറിയാം സംഭവം, ഇന്നലേക്ക് മഴ പെയ്തിട്ട് ഒത്തിരി പ്രശ്നമായിട്ട് കിടക്കല്ലേ. സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്, മഴയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പ്രശ്നവും കാണിക്കുന്നില്ല. സാധാരണ ബ്രേക്ക് ആകുമ്പോൾ എന്റെ സ്ക്രീനിൽ ബ്രേക്ക് കാണിക്കും, അതൊന്നും കാണിക്കുന്നില്ല. നിങ്ങളുടെ നെറ്റ്വർക്കും ബാധിക്കും. Belmont report was presented by US Department of Health, Education and Welfare. അതായത് സോഷ്യൽ സൈക്കോളജിയിലെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ബെൽമോണ്ട് റിപ്പോർട്ടിലാണ് പ്രസന്റ് ചെയ്തത്. സോഷ്യൽ സൈക്കോളജിയുടെ റിസർച്ച് 3 എത്തിക്സ് ആണ്. ഒന്ന്, റെസ്പെക്ട് ഫോർ പേഴ്സൺ. നമ്മള് സോഷ്യൽ സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യാൻ എടുക്കുന്ന സാമ്പിൾസ്, അതായത് ആളുകൾ ഉണ്ടാവില്ല, അവരുടെ റെസ്പെക്ട് ചെയ്യണം. Recognize the autonomy of participant and protecting those with lower autonomy. ലോവർ ഓട്ടോണമി ഉള്ളവരെ, അതായത് കുട്ടികൾ, ലോവർ ഓട്ടോണമി ആണ് കുട്ടികൾ, പ്രായമുള്ളവർക്കൊന്നും സ്വന്തമായിട്ടുള്ള ഓട്ടോണമി ഇല്ലല്ലോ, അതായത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ലല്ലോ. സോ അങ്ങനെയുള്ളവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ റെസ്പെക്റ്റും ചെയ്യണം. ബെനിഫിഷ്യൻസ്, ഈ റിസർച്ച് കൊണ്ട് അവർക്ക് മാക്സിമം ബെനിഫിഷ്യൻസ് കിട്ടണം. ആൻഡ് മിനിമൈസിങ് എനി ഹാം ആൻഡ് റിസ്ക് ടു പാർട്ടിസിപ്പൻസിന് ഒരു റിസ്കും ഹാമും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ജസ്റ്റിസ്, fairness in terms of who receive the benefits of research and fair faces. അതായത് ജസ്റ്റിസ്, നീതി പാലിക്കണം. ജാതി മത ഭേദമന്യേ നീതിയും പാലിക്കണം. അപ്പൊ സോഷ്യൽ സൈക്കോളജിയിലെ റിസർച്ചിന് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടണം, അവർക്ക് ഒരു ഹാമും ഉണ്ടാക്കരുത്, അവർക്ക് നീതിയും കിട്ടണം. ഈ 3 എത്തിക്സ് ആണ് ഉള്ളത്. ഓക്കെ ആണോ? യെസ് മാം. ഇനി there are certain ethical issues need to be considered before research is carried out. കുറച്ച് ethical issues നമ്മൾ നോക്കണം. അതാണ് beneficence, non maleficence. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. beneficence എന്ന് പറഞ്ഞാൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടണം. നോൺ മാലഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരുവിധ ഹാമും ഉണ്ടാവരുത്. പിന്നെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, അവര് പറയുന്ന കാര്യങ്ങൾ അവരുടെ സമ്മതം കൂടാതെ മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല. അവർക്ക് പ്രൈവസി കൊടുക്കണം, അതുപോലെ കോൺഫിഡൻഷ്യാലിറ്റിയോ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അനോണിമിറ്റി, അവരാരാണെന്ന് പറയാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ, അതായത് അവർ അനോണിമസ് ആയിട്ട് വെക്കണം. അതായത് ആരാണ് ഇപ്പൊ റിസർച്ചിൽ പങ്കെടുത്ത ആളുകളെ നമ്മൾ വെളിപ്പെടുത്തരുത്, അതാണ് അനോണിമിറ്റി. 4ാമത്തത് ഇൻഫോംഡ് കൺസെന്റ്, അതായത് അവരോട് ഈ റിസർച്ചിൽ പങ്കെടുക്കാൻ അവർക്ക് താല്പര്യമില്ലേ എന്നുള്ള സമ്മതപത്രം, ഈ സ്റ്റഡി എന്താണെന്നും അതിന്റെ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ലേ എന്നുള്ള കൺസെന്റ് മേടിക്കണം. ഇത്രയുമാണ് എത്തിക്സ് വരുന്നത്. ഓക്കെ ആണോ മാം? ഇപ്പൊ പറഞ്ഞ എത്തിക്കൽ ഇഷ്യൂസ് എഴുതിയാ മതില്ലേ? മറ്റേ ആദ്യത്തെ 3 എഴുതണോ? അത് 10 മാർക്കിന് വരുമ്പോൾ ഇത് ഒന്നിച്ച് എഴുതിയാൽ മതി. ഈ 4 പിന്നെ മറ്റേത് 3 ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയാൽ
അടിപൊളിയായിട്ട് പോകും. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ മാം. എല്ലാം പറയാനുള്ള സമയമില്ല കേട്ടോ, എനിക്ക് എല്ലാം പറയാം. കേസ് സ്റ്റഡി ഞാൻ നേരത്തെ പറഞ്ഞ കേസ് സ്റ്റഡി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. കേസ് സ്റ്റഡി ഇസ് എ മെത്തേഡ് ഓഫ് വേഴ്സറ്റൈൽ സ്റ്റഡിങ് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ്, ഇവന്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇൻഡിവിജ്വലിനെയോ ഗ്രൂപ്പിനെയോ ഇവന്റിനെയോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു വേഴ്സറ്റൈൽ മെത്തേഡാണ്. ഇറ്റ് ഗ്യാദേഴ്സ് കോംപ്രിഹെൻസീവ് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് ആംഗിൾസ്. ഒരു പ്രശ്നത്തിന് തന്നെ പല വീക്ഷണകോണിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പ്രൊവൈഡിങ് ഡീപ്പ് ഇൻസൈറ്റ് ഇൻ ടു ദ സബ്ജക്ട്. ഒരു ഡീപ്പ് ഇൻസൈറ്റ് തന്നെ കിട്ടും. It is exploratory using interviews, observation and other data collection method. ഒരു മെത്തേഡ് അല്ല കേസ് സ്റ്റഡിയില്, ഇന്റർവ്യൂ ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്, വേറെ കുറെ ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇറ്റ് ഇസ് ക്വാളിറ്റേറ്റീവ് ആണ് കേട്ടോ. നമ്മുടെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. ഡാറ്റ ഇൻ ഡെപ്ത് ടു അണ്ടർസ്റ്റാൻഡ് റിസർച്ച് ഫോക്കസ്. Case studies yield substantial data leading to hypothesis for further research. ഒരു ഫർദർ റിസർച്ച് ചെയ്യാനുള്ള ഡാറ്റ പോലും കേസ് സ്റ്റഡി നമുക്ക് കിട്ടും. They are ideal for examining unique cases, phenomena and events. ഒരു യുണീക്ക് ആയിട്ടുള്ള കേസ്, ഫിനോമിന, ഇവന്റ് ഒക്കെ പഠിക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? നമ്മുടെ കേസ് സ്റ്റഡി ആണ്. ഡാറ്റ കളക്ഷൻ മെത്തേഡ് ഇൻക്ലൂഡ് ഇന്റർവ്യൂസ്, ഒബ്സർവേഷൻ ആൻഡ് റിവ്യൂയിങ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ്. കണ്ടോ, ഡാറ്റ കളക്ഷൻ മെത്തേഡ് എന്താണ്? ഇന്റർവ്യൂ എടുക്കാം, ഒബ്സർവേഷനും എടുക്കാം, റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ഒക്കെ റിവ്യൂ ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കേസ് സ്റ്റഡി പഠിക്കാം. Case studies address multifaceted dimension of subject, personal, social and economic aspects. ഒരു കേസിന്റെ തന്നെ എല്ലാ മൾട്ടിഫേസിഡ്, അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യും, സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യും, എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം. ഒരു കേസ് സ്റ്റഡി പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു കേസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. ബിക്കോസ് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്, പിന്നെ ഡോക്യുമെന്റ്സ് എല്ലാം ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ കേസ് സ്റ്റഡി is one of the prominent qualitative data collection. ഓക്കെ ആണോ? Yes, ma'am. Okay. ഇനി ഗ്രൗണ്ട് തിയറി കോഡിംഗ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. Grounded theory coding denotes a procedure that is followed for data analysis in order to develop a ground theory. ഒരു ഗ്രൗണ്ട് തിയറി ഉണ്ടാക്കാൻ വേണ്ടി കളക്ട് ചെയ്യുന്ന ഡാറ്റയ്ക്കാണ് ഗ്രൗണ്ട് തിയറി കോഡിംഗ് എന്ന്. നമുക്കൊരു ഗ്രൗണ്ട് തിയറി, ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള തിയറി ഉണ്ടാക്കണം. ആ തിയറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? Grounded theory coding. The data is interpreted keeping in mind its collection or how the material was sampled. ഈ ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്ന എങ്ങനെ, എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? ഒരു തിയറി ഉണ്ടാക്കാൻ വേണ്ടി കളക്ട് ചെയ്ത ഡാറ്റ. The grounded theory analysis including memoing and memorwriting that can be described as a production of evidence by means of writing. എവിഡൻസുകളാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതായത് ഒരു തിയറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് ഗ്രൗണ്ടഡ് തിയറി കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? Okay, ma'am. ഈ ഗ്രൗണ്ട് തിയറി കോഡിംഗില് അതേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് thematic analysis. When we collect data using a method like in-depth interview, the response and the context of thematic analysis can be adequately used. നമ്മൾ in-depth ഒരാളെ ആഴത്തിൽ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ ഈ റെസ്പോൺസ് ചെയ്യുന്നതാണ് thematic analysis. അതായത് നമ്മൾ ഒരാളെ വളരെ in-depth ഇന്റർവ്യൂ ചെയ്യാണ്. അപ്പൊ ഞാൻ in-depth ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എയ്ഡ്സ് പേഷ്യന്റിനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഇൻഡെപ്ത് ഇന്റർവ്യൂ ആണ്. ഈ ഇൻഡെപ്ത് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാല് ആ ഇൻഡെപ്ത് ഇന്റർവ്യൂവിൽ അവർ തന്ന റെസ്പോൺസ് അനലൈസ് ചെയ്യുന്നത് സ്റ്റാറ്റി ആയി വെച്ചിട്ടല്ല, തിമാറ്റിക് അനാലിസിസ് വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. അതായത് അവർ പറഞ്ഞ തീം വെച്ചിട്ടാണ് നമ്മൾ അവർ പറഞ്ഞ റെസ്പോൺസ്. സാധാരണ ഒരാൾ പറഞ്ഞ എന്താണ് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുക, സ്റ്റാറ്റി ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്യുക സ്റ്റാറ്റി വെച്ചിട്ടാണ്. പക്ഷെ ഇൻഡെപ്ത് ഇന്റർവ്യൂ, ഒരാൾ നമ്മൾ ഇൻഡെപ്തിൽ ഇന്റർവ്യൂ ചെയ്താൽ അവരുടെ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നത് തിമാറ്റിക് അനലൈസിസ് എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ ആണോ? മാം, ഗ്രൗണ്ടഡ് തിയറി കോഡിംഗ് ഡാറ്റ അനാലിസിസ് മെത്തേഡ് അല്ലേ? അതെ, ഡാറ്റ അനാലിസിസ് തന്നെയാണ്. അതായത് ഒരു ഗ്രൗണ്ട് തിയറി ഉണ്ടാക്കാൻ വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യും. തിയറിക്ക് വേണ്ടി, ആ തിയറിക്ക് വേണ്ടിയുള്ള ഡാറ്റയാണ്, അതാണ് പറയുന്നത്. ഓക്കെ ആണോ? തിയറിക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റനെ അനലൈസ് ചെയ്യണതാണ് ഗ്രൗണ്ടഡ് തിയറി കോഡിംഗ്. യെസ് യെസ്, ഒരു തിയറിക്ക് വേണ്ടിയിട്ട് ആ തിയറി മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് ഗ്രൗണ്ടഡ് തിയറി
കോഡിംഗ് എന്ന് പറയും. ഇനി ഇൻഡെപ്തിൽ ഇന്റർവ്യൂ എടുത്ത ആ ആൻസർ റെസ്പോൺസ് അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് തിമാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞേ. യെസ് മാം. ഇനി സോഷ്യൽ ഇഷ്യൂസ് ആട്ടോ വരുന്നത്. സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് അത്യടിച്ച് ചെയ്താട്ടോ. സോഷ്യൽ ഇഷ്യൂസ്, നേച്ചർ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ. ഒത്തിരി സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് നമ്മളെ ഇന്ത്യയിൽ, അല്ലേ? പട്ടിണി, പരിവട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യ ആണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ എഴുതാനുണ്ട്. സോഷ്യൽ ഇഷ്യൂസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്, അല്ലേ? കുറെ വരുന്നുണ്ട്. പോവർട്ടി, ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ്, ജോലി ഇല്ലായ്മ, അതൊക്കെ വായിച്ച് ഒത്തിരി എഴുതാൻ പറ്റും കേട്ടോ. ഒക്കെ കറക്റ്റ് ആക്കി എഴുതണ്ടേ? നമ്മള് സ്വന്തം ഭാഷയിൽ എഴുതാണെങ്കിലും ഈ സബ് ഹെഡിങ്സ് ഒക്കെ കറക്റ്റ് ആക്കണ്ടേ? സബ് ഹെഡിങ്സ് കറക്റ്റ് ആക്കണം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇന്നെല്ലാം പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം പറഞ്ഞു തരാനുള്ളൂ. നമ്മളിത് ഫുൾ കണ്ടില്ല, 172 പേജസ് നമുക്ക് ദിവസം കൊണ്ട് എന്തായാലും ഞാൻ ജസ്റ്റ് ക്ലോസ് പറഞ്ഞു തരാമെന്ന് മാത്രമേ ഉള്ളൂ. ചൈൽഡ് ആൻഡ് എൻഡർ അബ്യൂസ്, കുഞ്ഞുങ്ങളെയും പ്രായമായവരോടുള്ള അബ്യൂസ്. പിന്നെ വരുന്നത് അതർ സോഷ്യൽ പ്രോബ്ലംസിൽ കമ്മ്യൂണിക്കേഷൻ, കാസ്റ്റ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. ഇനിയാണ് ഇന്റർവെൻഷൻസും ഇവാലുവേഷൻസും. ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തും കേട്ടോ, കാരണം മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സോഷ്യൽ ഡിലേമയും കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. നോ പ്രോബ്ലം. ഇന്റർവെൻഷൻ, എനിക്ക് എന്താണെന്നറിയോ, ഇന്റേൺഷിപ്പിന്റെ പിള്ളേര് വന്നിരിക്കുകയാണ്. ഇന്നലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പൊ വാക്ക് പറഞ്ഞല്ല, അപ്പൊ പാലിക്കണമല്ലോ. ഞാൻ വയ്യായിട്ടും ഇന്നും എനിക്ക് വയ്യ, എന്റെ കണ്ണൊക്കെ കൂമ്പിയിട്ടായിരിക്കുന്നത്, പുളിയാക്കുന്നതിനെ കൊണ്ട്. അപ്പൊ എന്നാലും ആരെങ്കിലും ഈ ഒരു ക്ലാസ് കേട്ടിട്ട് പാസ്സാവാണെങ്കിൽ അതെനിക്കൊരു എന്ത് വരുന്നുണ്ട്, വളരെ സന്തോഷം വരുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്റെ ക്ലാസ്സിന്, അതന്നെ വലിയ സന്തോഷം ആസ് എ ടീച്ചർ. മിസ്സിന്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നല്ല ഇതാണ്. അതെ, അതുകൊണ്ടാണ് എനിക്ക് രാവിലെ സാധാരണ ഞാൻ 10:30 ആവും ക്ലിനിക്കിൽ എത്താൻ. ഇന്ന് ഞാൻ 10 മണിയാകുമ്പത്തിന് എത്തി. നിങ്ങളെ വിചാരിച്ചിട്ടാണ്, ഹോണസ്റ്റ്ലി പറയാണ്, ഞാൻ ഇന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇന്ന് നേരത്തെ എണീറ്റും വന്നു. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നോ? ഞാൻ കേറാൻ ഇത്തിരി ലേറ്റ് ആയി. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഒരു 2 മണിക്കൂറിനുള്ളിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു. Interventions. Interventions can be described as actions that are carried out in order to facilitate change among individuals. ആളുകളുടെ ഇടയിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആക്ഷൻസിനെയാണ് ഇന്റർവെൻഷൻസ്. ഇപ്പൊ ഒരു നാട്ടിലെ ആളുകളൊന്നും സ്കൂളിൽ പോകുന്നില്ല, അവരൊക്കെ പട്ടിണി പരിവട്ടം ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പൊ നമ്മൾ അവർക്ക് ആക്ഷൻ എടുക്കാത്ത കുട്ടികളെ കൊണ്ടുപോയിട്ട് സ്കൂളിൽ ചേർത്തണം, ബോധവൽക്കരണം അങ്ങനെയൊക്കെ ചെയ്യണം. അതിനെയാണ് അതായത് ആളുകളിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആക്ഷൻസിനെയാണ് ഇന്റർവെൻഷൻസ് എന്ന് പറയുന്നത്. They thus focus on modification of behavior, cognition, emotion and so on. കണ്ടോ, ഇവിടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുക, ചിന്തകൾ മോഡിഫൈ ചെയ്യുക, ഇമോഷൻസിനെ മോഡിഫൈ ചെയ്യുക, എന്തും വരാം ഇന്റർവെൻഷൻസില്. ഇന്റർവെൻഷൻ ക്യാൻ റേഞ്ച് ഫ്രം തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റ്, ചിലപ്പോൾ തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റ് ആവാം, provided to an individual to deal with her psychological issue and problems, to programs developed in order to deal with social problem like violence against women. ഒരാൾക്ക് തെറാപ്യൂട്ടിക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് മുതൽ ഒരു പ്രദേശത്തെ ആളുകളുടെ പ്രശ്നം മാറ്റുന്നത് പോലും എന്താണ്? ഇന്റർവെൻഷൻ. While developing interventions develop ചെയ്യുമ്പോൾ it is important to identify those aspects of the social issue or problem that will lead to elevating that issue or problem. ഒരു ഇന്റർവെൻഷൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിനായിരിക്കില്ല നമ്മൾ പരിഹാരം കണ്ടെത്തല്. അപ്പം ഇന്റർവെൻഷൻ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇന്റർവെൻഷൻ എന്താണ് പഠനം പഠിച്ചിരിക്കണം. ഒരു പ്രശ്നം പഠിച്ചിട്ട് അതിനുള്ള പരിഹാരം, അല്ലെ പ്രശ്നം പഠിക്കാതെ പരിഹാരം കണ്ടെത്താൻ നിൽക്കരുത്. There are various programs that have been initiated in order to improve social services or enhance services related to education, health and income opportunities. ഒരുപാട് പ്രശ്നമുണ്ട് അല്ലെ? എന്താണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അല്ലെ? ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, അതൊക്കെ ഇന്റർവെൻഷൻസ് ആണ്. സർവശിക്ഷ അഭിയാൻ, ഇതൊക്കെ ഇന്റർവെൻഷൻസ് ആണ്. ഒത്തിരി ഇന്റർവെൻഷൻസ് എഡ്യൂക്കേഷനിലും ഹെൽത്തിലും. പിന്നെ ഈ ഹെൽത്ത് കാർഡൊക്കെ ഇല്ലേ, ഈ BPL കാർഡുകാർക്ക് ഒരു ഹെൽത്ത് കാർഡൊക്കെ വരുന്നില്ലേ, ഒരു ഹെൽത്ത് കാർഡ്, അതൊക്കെ ഇന്റർവെൻഷൻ ആണ്. പിന്നെ എന്താ പറയാ, ഈ വാർദ്ധക്യത്തിലുള്ള പെൻഷൻ, അത് ഇൻകം ഓപ്പർച്യൂണിറ്റി ആണ്. പെൻഷൻ എന്നൊക്കെ പറയുന്നത് ഒക്കെ ഇന്റർവെൻഷൻ ആണ്. One of the strategies in Mahatma Gandhi National Rural Employment Guarantee Act
MGNREGA. The main focus of this act provide livelihood and security in rural areas by providing the individuals in rural areas with employment of at least 100 days. തൊഴിലുറപ്പ് ഇതാ അല്ലേ? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, അതായത് റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക്, എനിക്ക് ചിരി വരുള്ളൂ കാരണം ഒന്നുമല്ല, എനിക്കിഷ്ടം തൊഴിലുറപ്പ്. കാരണം അവര് നല്ല രസാ, അവര് പണി ഇത്തിരി ആണെങ്കിൽ അവരെടുത്ത് കൂടെ വേറെ വൈബാണ്. ഞങ്ങളുടെ ഒക്കെ അടുത്ത് വരാറുണ്ട്, വൈബാണ്. കാരണം പണി ഇച്ചിരി കുറവാണെങ്കിലും ഇവരുടെ ആ ഒരു സോഷ്യൽ സൈക്കോളജി പഠിക്കാൻ നല്ല രസാ. ഞാൻ ഇങ്ങനത്തെ കൂട്ടത്തിലൊക്കെ പോയി കൂടുട്ടോ. ഞാൻ എവിടെയും സൈക്കോളജി കണ്ടെത്തുന്ന, സൈക്കോളജി ഉണ്ടോ നോക്കുന്ന ഒരാളാണ്. ഈവൻ എന്റെ വീട്ടിൽ പോയാലും ഈ ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ ഇതിനോട് ഭയങ്കര താല്പര്യം വരാനുണ്ട്. നമ്മൾ എന്തും സൈക്കോളജിക്കലി കാണത്തുള്ളൂ. സോ ഈ തൊഴിലുറപ്പ് എന്നൊക്കെ പറയുന്നത് റൂറൽ ഏരിയകൾക്ക് അറ്റ്ലീസ്റ്റ് 100 ദിവസമെങ്കിലും ജോലി ഉറപ്പാക്കുക എന്നുള്ള പ്രകാരം കൊണ്ടുവന്ന ഒരു ഇന്റർവെൻഷൻ ആണ്. There are various awareness programs in India which can be termed as intervention strategies that mainly focus on knowledge, attitude, and practices among the general public. General public ഒത്തിരി ഇന്റർവെൻഷൻസ് വന്നിട്ടുണ്ട്, കുറച്ചെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം NMHP നമ്മുടെ നിംഹാൻസിലൊക്കെ ഉണ്ട്. അവയർനെസ് റിലേറ്റഡ് ടു HIV AIDS, നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാം NTCP, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അഭിയാൻ, ഞാൻ പറയില്ലേ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ഇതൊക്കെ വരുന്നുണ്ട്. സർവശിക്ഷ. ഓക്കെ ആണോ? ഓക്കെ. ഇനി ടൈപ്സിൽ വരുന്നുണ്ട്. പേഴ്സണൽ ഇന്റർവെൻഷൻ ഉണ്ട്, പ്രോഗ്രാമാറ്റിക് ഇന്റർവെൻഷൻ ഉണ്ട്, ട്രയൽ ഇന്റർവെൻഷൻ ഉണ്ട്. പേഴ്സണൽ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഇന്റർവെൻഷൻ ദാറ്റ് ആർ യൂട്ടിലൈസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓൺ ഡേ ടു ഡേ ബേസിസിലാണെങ്കിൽ. ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ ദിവസത്തിൽ ഡേ ടു ഡേ ബേസിസ് പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പേഴ്സണൽ ഇന്റർവെൻഷൻ. ഒരു കുട്ടി പഠിക്കുന്നില്ല, ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു റെമഡി കണ്ടെത്തി കൊടുക്കുക. ടീച്ചർ മേ യൂസ് സർട്ടൻ ഇന്റർവെൻഷൻ വൈൽ ടേക്കിംഗ് സർട്ടൻ ടോപ്പിക്സ് ഇൻ ദ ക്ലാസ്, അല്ലെ? ഒന്ന് സ്മാർട്ട് റൂം ഉപയോഗിച്ച് ക്ലാസ് എടുക്കുക, അതൊക്കെ പേഴ്സണൽ ഇന്റർവെൻഷൻ ആണ്. ഇനി പ്രോഗ്രാമാറ്റിക് ഇന്റർവെൻഷൻ ഉണ്ട്. A collection of activities that are carried out in an organized manner in order to attain certain objectives വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം ഉണ്ടാക്കാം. അതായത് പെൺകുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർവെൻഷൻ, അത് പ്രോഗ്രാമാറ്റിക് ആണ്. ഓർഗനൈസ്ഡ് മാനറിൽ ഉണ്ടാക്കുന്ന ഇന്റർവെൻഷൻ ആണ് പ്രോഗ്രാമാറ്റിക്. ഈ ട്രയൽ ഇന്റർവെൻഷൻ ഉണ്ട്, അതായത് ട്രയൽ ചെയ്ത് നോക്കുക വർക്ക്ഔട്ട് ആവും. Program efficiency studies are mainly focused on effective of intervention. For example, if an intervention is developed for school students in വേണ്ടിയിട്ട് ഒരു ഇന്റർവെൻഷൻ കണ്ടെത്തി, promote positive environmental attitude among them, then the intervention is initially carried out in a trial basis. 1000 ആൾക്കാർക്ക് കൊടുത്തു നോക്കാം, അതാണ് ട്രയൽ ആയിട്ട് കൊടുക്കുക. അതിനാണ് ട്രയൽ ഇന്റർവെൻഷൻ. എന്നിട്ട് വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യ മൊത്തം കൊടുക്കുക, അതിനെയാണ് ട്രയൽ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെയാണ് മാം. ഈ ട്രയൽ ഇന്റർവെൻഷനുള്ള നമ്മൾ എക്സാമ്പിൾ എഴുതണം, അറിയുമെങ്കിൽ നമുക്ക് രണ്ടും വേണമെങ്കിൽ എഴുതാം, ഞാൻ നിർബന്ധം പറയുന്നില്ല കേട്ടോ. ഇനി സോഷ്യൽ ഡയലമയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താട്ടോ. Social dilemmas. Our physical environment, including weather, pollution, building, the natural settings, etc., can have impact on our behavior as well as our thinking and well-being. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ചിന്തകളെയും വെൽബീങ്ങിനെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വെദർ നിങ്ങൾക്ക് ഉണ്ടാവാന്നറിയില്ല, എനിക്ക് ഈ വൈകുന്നേരം ഒരു 4-5 മണി സമയത്ത് ഈ മഴക്കാറ് കൂടി നിൽക്കൂലേ, ഭയങ്കരമായിട്ട് മഴ പെയ്യൂല, എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ട് തോന്നും. എനിക്കൊരു മരണമൊക്കെ ഉള്ള ഫീലാ വരിക. എനിക്ക് അറിഞ്ഞുകൂടാതെ എന്താ നിങ്ങൾക്ക് ആർക്കും ഒരു നെഗറ്റിവിറ്റി ആ സമയത്ത് ഒരു വിഷമം ഫീൽ കണ്ടോ. നമ്മുടെ വെദറിന്, പൊല്യൂഷൻ, എനിക്ക് പൊടിയൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല ദേഷ്യം വരും, ദേഷ്യം വരാം അല്ലെ. ബിൽഡിങ്സ്, ഒത്തിരി ക്രൗഡഡ് ബിൽഡിങ്സ്, അതുപോലെ ഇതൊക്കെ നമ്മളെ തിങ്കിങ്ങിനെയും വെൽബീങ്ങിനെയും ബാധിക്കും. And our behavior and attitude related to conservation, waste management, conservation related activities, etc. can have an impact on the environment. നമ്മുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, എന്തൊക്കെ വേസ്റ്റ് മാനേജ്മെന്റ് ഉള്ള ബിഹേവിയർ അല്ലെ. ആരാന്റെ പറമ്പിലേക്ക് ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് വണ്ടി കൊണ്ടിട്ട് വേസ്റ്റ് ചെയ്ത് റോഡ് തട്ടുന്നത്. ഞാൻ എപ്പോഴും അടിയാ, ഞാൻ പഞ്ചായത്തുകാരായിട്ട് അടിയാ വേസ്റ്റ് മാനേജ്മെന്റ് കേസിൽ. ഞാൻ പ്ലാസ്റ്റിക് കത്തിക്കാൻ ഞാൻ അവിടെ പോയിട്ട് കച്ചറ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എന്നും പറയും. പ്ലാസ്റ്റിക് വേസ്റ്റ് എന്താ പറയാ നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യാനുള്ള നമ്മുടെ ഹരിത കർമ്മസേനക്കാര്, ഞങ്ങളുടെ നാട്ടിലെ ഹരിത കർമ്മസേനക്കാര് വരും, കാശ് മേടിക്കും,
തെട്ടാക്കി വെക്കും, 10-25 ദിവസം കഴിഞ്ഞിട്ട് എടുത്തു കൊണ്ടുവത്തും. അപ്പൊ ഈ വേസ്റ്റ് മാനേജ്മെന്റ്, ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ ബിഹേവിയറിനെ ആറ്റിറ്റ്യൂഡിനെ റിലേറ്റ് ചെയ്ത് കിടക്കാണ്. ഇനിയാണ് സോഷ്യൽ ഡിലേമ എന്താന്ന് പറയാൻ പോകുന്നത് കേട്ടോ. സോഷ്യൽ ഡിലേമ ക്യാൻ ബി ഡിസ്ക്രൈബ് ആസ് സിറ്റുവേഷൻ ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ഹാവ് ടു മേക്ക് സർട്ടൻ ചോയ്സസ്. ചോയ്സ് അവർ സോഷ്യൽ ഡിലേമ. പ്ലാസ്റ്റിക് കത്തിക്കാം, കത്തിക്കാതെ ഇരിക്കാം. അതായത് സിറ്റുവേഷൻ ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ഹാവ് ടു മേക്ക് സർട്ടൻ ചോയ്സ്, അതിനെയാണ് സോഷ്യൽ ഡിലേമ. ഇൻ സോഷ്യൽ ഡിലേമ ദ ഇൻഡിവിജ്വൽസ് കുഡ് ഗെറ്റ് ഗ്രേറ്റർ റിവാർഡ് for non-cooperation than for cooperation, regards for action by others. Social dilemma, individual could greater reward. Non-cooperation ആണ് കുറെ കൂടെ, കോപ്പറേഷനെക്കാളും നോൺ കോർപ്പറേഷൻ ചെയ്യാതിരിക്കുമ്പോഴാണ് ഗ്രേറ്റർ റിവാർഡ് കിട്ടുന്നത്. ഒത്തിരി സോഷ്യൽ ഡിലേമ ഉണ്ട് കേട്ടോ. പബ്ലിക് ഗുഡ് പ്രോബ്ലം. This denote a dilemma whether to contribute to a certain activity of project that will benefit everyone when it's voluntarily contribution. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാം ഒരു ആക്ടിവിറ്റിയിൽ, അതിനെയാണ് പബ്ലിക് ഗുഡ്സ് പ്രോബ്ലം. ഫോർ എക്സാമ്പിൾ ക്ലീനിങ് ദ കോമൺ, റോഡ് വൃത്തിയാക്കുക, അതൊക്കെ എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടും. അത് സോഷ്യൽ ഡിലേമയാണ്. പങ്കെടുക്കാം, പങ്കെടുക്കാതെ ഇരിക്കാം. The dilemma here occur when you have to contribute your time, energy or money. നിങ്ങൾക്ക് പൈസയോ സമയമൊക്കെ ചെലവാക്കേണ്ടി വരും. അപ്പൊ പങ്കെടുക്കണോ പങ്കെടുക്കണ്ടേ, സോഷ്യൽ ഡിലേമ. ഇനി സോഷ്യൽ ട്രാപ്പ് ഉണ്ട്. ദീസ് ആർ പ്ലെഷേഴ്സ് ദാറ്റ് ആർ ഫോർ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ബട്ട് ഇൻ ലോങ് ടേം കുഡ് ഹാവ്. മാം അതിലെ ലാസ്റ്റത്തെ സെന്റൻസ് മനസ്സിലായില്ല. ഓൾസോ ഇഫ് ഓൺലി കോൺട്രിബ്യൂട്ട് ദ പ്രൊജക്ട് വിൽ നോട്ട് ബി ആസ് സക്സസ്ഫുൾ ആസ് വെൻ എ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂട്ട്. ആ പബ്ലിക് ഗുഡ്സ് പ്രോബ്ലം അതിലത്തെ ലാസ്റ്റത്തെ സെന്റൻസ് ബുക്കിലെ സെന്റൻസ് ആണോ? ബുക്കില് സെന്റൻസ് ആയിട്ടാ ഞാൻ ആവശ്യമുള്ള മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എന്റെ നോട്ട് കണ്ടില്ലേ, അതിൽ കുറെ വേണ്ടാത്ത കാര്യങ്ങൾ വെറുതെ വാരി വരച്ചിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അതൊന്നും നിങ്ങൾ നോക്കണ്ട. കണ്ടോ, ഇതാണ് പ്രിസൈസ് നോട്ട്. എഴുതാൻ സമയമൊക്കെ ഉണ്ടാവില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ഒരു കടലാണ്. ആ കടൽ ഒരു ബക്കറ്റിലാക്കിയതാണ് ഈ 172 പേജ്. ഇതന്നെ അത്യാവശ്യമുണ്ട്. ഞാൻ എന്റെ കുട്ടികൾക്ക് ഈ ബുക്ക് ഞാൻ പറയും, ഇഗ്നോടെ ബുക്ക് മേടിക്കണ്ടെന്ന് തന്നെ പറയും. അതിന്റെ PDF ഞാൻ കൊടുക്കും, എന്റെ നോട്ട് പഠിച്ചാൽ മതി. കണ്ടോ, ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ മതി കേട്ടോ. ഇനി സോഷ്യൽ ട്രാപ്പിന് ഇത്തിരി സമയത്തിന് നമുക്ക് സന്തോഷം തരും, പക്ഷെ ലോങ് ടേം ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് ഇപ്പം പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത്, അതുപോലെ പിന്നെ പുക വലിക്കുന്നൊക്കെ. ചെയ്യാം, ചെയ്യാതിരിക്കാം. ചെയ്താൽ കുറച്ചു നേരത്തെ നമുക്ക് പ്ലെജർ കിട്ടും, പക്ഷെ ലോങ് ടേം ആയിട്ട് അത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവും. ഇനി റിസോഴ്സ് ഡിലേമ. വെള്ളവും മണ്ണും ഒക്കെ നമുക്കുള്ള റിസോഴ്സ് ആണ്. നശിപ്പിക്കാം, നശിപ്പിക്കാതിരിക്കാം. Resource dilemma can be termed as a common dilemma that denotes the situation in which the individual have to make a choice between one's own interest and the community or environment. മരം വെട്ടാം, അതാണ് one's own interest. വെള്ളം അമിതമായിട്ട് ഉപയോഗിക്കുക ഒക്കെ ചെയ്യാം, ചെയ്യാതിരിക്കാം. ചെയ്താൽ നമുക്ക് കാര്യങ്ങളായിട്ട് ചെയ്യാതിരുന്നാൽ വരും തലമുറയ്ക്കും അത് ഉപയോഗപ്രദം. ഇതാണ് കുറച്ച് ഡിലേമാസ്. പബ്ലിക് ഗുഡ് പ്രോബ്ലം ഉണ്ട്, സോഷ്യൽ ട്രാപ്പ് ഉണ്ട്, റിസോഴ്സ് ഡിലേമ. ഓക്കെ ആണോ? ഓക്കെയാണ് മാം. അപ്പൊ ഇന്ന് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഈ ക്ലാസ് കണ്ടവർക്ക് പാസ് ആവാനുള്ള വകുപ്പ് എന്തായാലും ഉണ്ടാവും. ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോസ് ഞാൻ ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഫസ്റ്റ് ചാപ്റ്റർ കണ്ട 10 മാർക്ക് ഞാൻ ഉറപ്പിച്ചു തരാം. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഇന്നിരുന്ന് കണ്ട 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാ. ബാക്കിയുള്ളത് നിങ്ങൾ ഒന്ന് തട്ടിമുട്ടി ഒപ്പിച്ച് ഉണ്ടാക്കിക്കോളാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇപ്പോഴും നമ്മുടെ ക്ലാസ്സുകൾ അറിയാത്തവരൊക്കെ ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പൊ അടുത്തൊരു ഇയറിലെങ്കിലും നിങ്ങൾക്ക് സൈക്വസ്റ്റയിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒന്നിച്ച് സൈക്കോളജി വളരെ രസകരമായിട്ട് പഠിക്കാം. അപ്പൊ ഹോപ്പ് ടുഡേസ് ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും അടുത്തൊരു വിഷയവുമായി. അതുവരെ ഇറ്റ്സ് മീ Abdul Nafi signing off. Bye. Take care. All the very best for your exams. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വേണ്ടിയിട്ട് മാമിന്റെ ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. എങ്കിൽ പോലും അവസാന നിമിഷത്തിൽ മാം അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇതെന്നെ വലിയ കാര്യമേ. ഞാൻ ഇന്ന് എണീറ്റ് വന്നതിന് ഒരു കാര്യം ഉണ്ടായി. വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ബൈ ബൈ. പറ്റുന്നിടത്തോളം ഏത് അടുത്ത ക്ലാസ്സും കൂടെ ഞാൻ വെച്ചരാം കേട്ടോ. സ്റ്റാറ്റി ഒന്ന് വെക്കാം കേട്ടോ മാം. സ്റ്റാറ്റി ഓൾറെഡി വെച്ച ക്ലാസ് ഉണ്ട്, അത് ഇട്ടേരാം കേട്ടോ. ശരി. ടോട്ടം വെക്കണേ. താങ്ക് യു മാം.